നമസ്തേ. ദക്ഷ സൗണ്ട് ഹീലിംഗ് സ്റ്റുഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ സൗണ്ട് ഹീലിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് അത് ഉണ്ടായതെന്നും സൗണ്ട് ഹീലിങ്ങിൻ്റെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. നമുക്ക് ഏൻഷ്യൻ്റ് ഫിലോസഫീനെയും മോഡേൺ സയൻസിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഏൻഷ്യൻ്റ് ഫിലോസഫിയിൽ നമുക്ക് ഈ ഉപനിഷത്തുകളിൽ നാദബിന്ദു ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്, നാദബ്രഹ്മ. നാദബ്രഹ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശബ്ദം ദൈവമാണ് എന്നുള്ളതാണ്. എന്നാൽ മോഡേൺ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗ് ബാങ് തിയറി കൊണ്ടാണ് നമ്മുടെ ഈ ഭൂമി തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ബിഗ് ബാങ് തിയറിയിൽ ഒരു പൊട്ടിത്തെറിയാണ് സംഭവിക്കുന്നത്. ഈ പൊട്ടിത്തെറി സംഭവിച്ചപ്പോഴാണ് ഈ ഭൂമി അതുപോലുള്ള എല്ലാ മാറ്ററുകളും ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതായത് എനർജി ടു മാറ്ററാണ് അവിടെ സംഭവിച്ചിരുന്നത്. അതിലൂടെ ഈ എനർജി ടു മാറ്ററായിട്ട് സംഭവിക്കുന്ന സമയത്ത് അവിടെ ഒരു ശബ്ദം ആണ് അതിൽ ആ ഒരു ഫ്രീക്വൻസിയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, പല നമ്മളുടെ പുരാതന ആളുകളും, അതായത് ഈ ഗോത്രക്കാരും അങ്ങനെയുള്ള നമ്മളുടെ ഇതിലുള്ള ആളുകളൊക്കെ, പഴയ ആളുകളൊക്കെ ഉത്സവത്തിനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെണ്ട തുടങ്ങിയിട്ടുള്ള വാദ്യമേളങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ആ ഒരു ഇൻസ്ട്രുമെൻറ്റുകൾ അവർ പല രൂപത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളും പല സൗണ്ടുകൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ അവരൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സിംഗിങ് ബോൾ. ഇത് ഹിമാലയത്തിൻ്റെ അടുത്തുള്ള ഓരോ ഗ്രാമങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 1951 ചൈന ടിബറ്റിനെ ആക്രമിക്കുകയും അവിടെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നശിപ്പിക്കുകയും അവർക്ക് ബുദ്ധിമുട്ടേറിയ അവരുടെ ജീവിതങ്ങളാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെയുള്ള പല ആളുകളും അവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവരിൽ ഒരുപാട് ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരുടെ പല ഇൻസ്ട്രുമെൻറ്റുകളും കാര്യങ്ങളും അവർക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഈ പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നതൊക്കെ അവർ വളരെ അതീവ രഹസ്യമായിട്ടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും. അവരുടെ മൊണാസ്ട്രികളിൽ അവരുടെ മോങ്കുകൾ, ലാമ അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതീവ രഹസ്യമായിട്ടായിരുന്നു. എന്നാൽ ഇത് എല്ലാം പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. കാരണം അവരുടെ ദാരിദ്ര്യം കാരണം കൊണ്ട് അവർക്ക് ഇതൊക്കെ പുറമേക്ക് വിൽക്കേണ്ടതായിട്ടൊക്കെ വന്നു. അങ്ങനെയാണ് പുറം ലോകം ഇതിനെക്കുറിച്ച് അറിയണത്. എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ അറിഞ്ഞു വന്നത് വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകളായിരുന്നു. ഈ വെസ്റ്റേൺ കൺട്രീസിലെ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുകയും അവർ പതുക്കനെ മെല്ലെ മെല്ലെ അവരുടെ മെൻ്റൽ റിക്കവറിക്ക് വേണ്ടി അതൊക്കെ ആയിട്ട് അവർ അത് ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് ലോകത്തിലേക്ക് ആളുകൾ ഈ സിംഗിങ് ബോളിനെ കുറിച്ചിട്ട് അറിയണതും. ഈ മെറ്റലായിട്ടുള്ള ഈ സിംഗിങ് ബോളിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ സൂത്തിങ് സൗണ്ട് നമ്മളുടെ മൈൻഡിനെയും ബോഡീനെയും നമ്മുടെ സ്പിരിറ്റിനെയും ഈ 3 എണ്ണത്തിനെയും ഏകോപിപ്പിക്കുകയും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് ഉണ്ട് എന്നുള്ളത് അന്നാണ് ആളുകൾക്കൊക്കെ പുറമേ ഉള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായത്. ടിബറ്റിലെ ബുദ്ധസന്യാസിമാരുടെ മൊണാസ്ട്രികളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ബുദ്ധസന്യാസിമാർക്ക് മാത്രമേ ഈ സിംഗിങ് ബോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മളുടെ നിർവാണ, അതായത് ഡിവൈൻ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് അറിയുള്ളായിരുന്നു. BC 480 560 ആ കാലഘട്ടത്തിൽ ബുദ്ധസന്യാസിമാരും ഈ താന്ത്രിക് മാസ്റ്റേഴ്സും സിംഗിങ് ബോൾ ഉപയോഗിച്ചിട്ട് ആളുകളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ ദൂരീകരിച്ചിരുന്നു. ടിബറ്റിൽ ആയുർവേദിക് ആചാര്യനായ ചരകൻ വരെ ഈ സൗണ്ട് വൈബ്രേഷൻ ഉപയോഗിച്ചിട്ട് ആളുകളെ സുഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെ പറയുന്ന പേരാഹൻ എന്നാണ് അതിനെ പറയുന്നത്. സംവാഹൻ എന്ന് പറഞ്ഞാൽ റീ അവൈക്കനിങ് ഓഫ് ടിഷ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ സെല്ലുകൾ, അതായത് കോശങ്ങളെ
പുനർ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ഈ സംവാഹനം എന്ന പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ സൗണ്ട് വൈബ്രേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ പ്രവർത്തനരഹിതമായ പല അവയവങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആഴത്തിലുള്ള വിശ്രമ പ്രതികരണം വിവരണത്തെ നിരാകരിക്കുന്നു. ഇത് തീർച്ചയായും നിങ്ങളും അനുഭവിച്ചാലേ ഇത് മനസ്സിലാകൂ. സൗണ്ട് ഹീലിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ മൊബൈൽ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ മൊബൈൽ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിനെ കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ ഇടാനും നിങ്ങൾ മറക്കരുത്. ഞാൻ എല്ലാ കമൻറ്റുകളും വായിക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ മറുപടി ഞാൻ തരാം. ചാനലിലേക്ക് ഞാൻ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ ഒരു അറിവുകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ അടുത്തേക്ക്. നന്ദി, നമസ്കാരം.